നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഒരു കാക്ക ചത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാക്കകൾ അതിൻ്റെ ചുറ്റും വന്നിരുന്ന് കരയണം നമുക്ക് കാണാം. അപ്പോൾ ഒരു മനുഷ്യന്മാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ആ കാക്ക ചത്തതുകൊണ്ട് ബാക്കിയുള്ള കാക്കകൾ വിഷമിച്ച് കരയണ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അതങ്ങനെയല്ല. അതിനെ ക്രോ ഫ്യൂണറൽ എന്ന് പറയും. അതായത് ബാക്കിയുള്ള കാക്കകൾ ഈ കാക്ക എങ്ങനെയാണ് ചത്തതെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, അതുപോലെ ഡിസ്കസ് ചെയ്യാണ്. അതായത് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ, എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കാരണമാണോ ഈ കാക്ക ചത്തതെന്നൊക്കെ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. വളരെ ഫാസിനേറ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫോർമേഷൻ ഇവരുടെ നെക്സ്റ്റ് ജനറേഷനും പാസ് ചെയ്യും. അതായത് ഇന്നൊരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ത്രെട്ട് ഉണ്ട്, അവിടെ പോവരുത്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അപകടമാണെന്നൊക്കെ പാസ് ചെയ്യും. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കാക്കകളുടെ കുഞ്ഞുങ്ങളെ ഒരു കൊല്ലം കൂടെ കൊണ്ട് നടക്കും. അതായത് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുക, ഏത് ഏരിയയിലാണ് പോകാൻ പാടില്ലാത്തത്, ഏത് തരം ആൾക്കാരാണ് അടുത്ത് ചെല്ലാൻ പാടില്ലാത്തതെന്നൊക്കെ ഇവർ പഠിപ്പിച്ചു കൊടുക്കും. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് സോഷ്യൽ ലേണിംഗ്. 2015 വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെന്തൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്ക് ഇട്ട കുറച്ച് ആൾക്കാർ കാക്കകളെ പിടിച്ച് ടാഗ് ചെയ്ത് വിടുമായിരുന്നു. അപ്പോൾ ഈ കാക്കകൾ സ്വാഭാവികമായിട്ടും ഈ മാസ്ക് ഇട്ട ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അതിനുശേഷം ഇവർ ഈ പരിപാടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഈ മാസ്ക് ഇട്ട് പുറത്തിറങ്ങിയപ്പോൾ കാക്കകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കാക്ക കുഞ്ഞുങ്ങൾ പോലും ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് മുന്നേ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കാക്ക കുഞ്ഞുങ്ങളാണ് ഇവരിപ്പോൾ അറ്റാക്ക് ചെയ്യണത്. അപ്പോൾ അതിനൊരു കാര്യം അവർക്ക് മനസ്സിലായി, അതായത് ഈ ഇൻഫർമേഷൻ അവരുടെ നെക്സ്റ്റ് ജനറേഷനും പാസ് ചെയ്യുന്നുണ്ടെന്ന്. വളരെ ബ്രില്യൻ്റ് ആയൊരു ബേർഡ് സ്പീഷീസാണ് നമ്മൾ ഈ കാക്കകളെന്ന് പറയുന്നത്.